എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അശ്വിൻ സുരേഷ്. നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് ചെറിയൊരു കണ്ടന്റ് ആയിട്ട് ഇറങ്ങിയതാണ്. ജസ്റ്റ് ട്രാവൽ വീഡിയോ എന്നല്ല, ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗ് പോലത്തെ ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പം പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ടോ. ലിഫ്റ്റിൽ കയറി താഴോട്ട് പോട്ടെ. നമ്മൾ 9ാം നിലയിലാണ്. അവിടെ നിന്ന് നമ്മൾ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ടാക്സി എടുക്കാനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊട്ട് മുന്നിൽ കാണുന്നതാണ് ആ വണ്ടി പോകുന്നതാണ് മെയിൻ റോഡ്. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സി വരും. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആണോ പ്രൈവറ്റ് ആണോ എന്നറിയത്തില്ല. ഇവിടെ ബസ് സർവീസ് ഒരെണ്ണമുണ്ട്, മൗസലാത്ത് എന്ന് പറയണേ. അപ്പോൾ അത് വരും കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ ആദ്യം ഏത് വണ്ടി വരുന്നു നമ്മൾ അതിൽ കയറും. ടാക്സി ആണെങ്കിൽ ടാക്സി. അപ്പോൾ അതെടുത്ത് നമുക്ക് കുറം വരെ പോകണം കേട്ടോ. കുറം എന്നാണ് എൻ്റെ ഓഫീസിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഒരു 10 മിനിറ്റത്തെ ട്രാവലേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകാട്ടാ. വണ്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള കാഴ്ച കാണിക്കും. പൈസ അവിടെയാണ് കേട്ടോ മെയിൻ റോഡ്. ഒരു ചെറിയൊരു സർവീസ് റോഡുണ്ട്, അത് ക്രോസ് ചെയ്താൽ മതി. തൊട്ടടുത്ത് തന്നെ കേട്ടോ റൂമിൻ്റെ റോഡൊക്കെ വരണം. അതുകൊണ്ട് എളുപ്പമുണ്ട് പോകാനൊക്കെ. പക്ഷെ തിരിച്ച് വരുമ്പോൾ പാടാട്ടോ. തിരിച്ചു വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നുകൊണ്ട് നമ്മൾ അങ്ങ് അപ്പുറത്തൊരു സിഗ്നലുണ്ട്, അവിടെ പോയി ഇറങ്ങിയിട്ട് നടന്നു തന്നെ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നോക്കാം. ഞാൻ ചിലപ്പോൾ ടാക്സി എടുത്തായിരിക്കും അവിടെ നിന്ന് വന്നത്. നോക്കാം നമുക്ക്. അങ്ങനെ ഗൈസ്, ടാക്സി ഇറങ്ങിട്ടാ. ഇതേ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഓഫീസ്. ആ ഇലുമിനേറ്റ് എന്ന് എഴുതിയേക്കുന്നത്, കണക്ട് എന്ന് എഴുതിയേക്കുന്നത് വലിയ ഡിസ്പ്ലേ ഇടുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഓഫീസ്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ്. നല്ല വിശപ്പുണ്ട്. ഇവിടെ കയറി എന്തെങ്കിലും കഴിച്ചിട്ടോ. ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കയറി കഴിച്ചിട്ട് അവിടെ പോയി സാധനം എടുത്ത് അപ്പുറത്ത് പോയി. ഇവിടെ വന്നാലും ടാക്സി കിട്ടും. അപ്പുറത്ത് പോവുകയാണെങ്കിൽ മൗസലാത്ത് ചിലപ്പോൾ ബസ് വരുവാണെങ്കിൽ അത് കയറി പോകട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മളങ്ങനെ ഓഫീസിലെത്തിയിട്ടാ. ഇപ്പം ഏത് ഡോറാ തുറന്നു കിടക്കണമെന്ന് അറിയത്തില്ല. മേളിലോട്ട് കയറാൻ നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ഡോഡ്ജ് കിടക്കുന്നുണ്ടോ? എന്നെ ലുക്കാല വണ്ടിക്ക് അമ്മച്ചി. നമ്മളങ്ങനെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. നമുക്ക് ലിഫ്റ്റിലേക്ക് പോകാം. ലിഫ്റ്റ് എന്തോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എന്താ പണി കാണുന്നല്ല, എന്തോ കുത്തിപ്പിടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. നമുക്ക് 3rd ഫ്ലോറിലാണ് പോകേണ്ടത്. 3rd ഫ്ലോറിലാണ് നമ്മുടെ ഓഫീസ്. ഓക്കെ, നമ്മളങ്ങനെ ഓഫീസിലെത്തി ഗൈസ്. ഇത് ഫിംഗർ പ്രിൻ്റ് അടിക്കും. ഇവിടെ ആരുമില്ല കേട്ടോ. വിജനമായി കിടക്കണാണ്. വിജനമായി
ഇതാണ് നമ്മുടെ ഓഫീസ്. ഇന്ന് അവധി ആയതുകൊണ്ട് ഇവിടെ ഒറ്റ മനുഷ്യരില്ല. ആക്ച്വലി ഞാൻ എൻ്റെ ചാർജർ ഇവിടെ മറന്നു വെച്ച്, അപ്പോൾ ചാർജർ എടുക്കാനായിട്ട് വന്നു. അതേ ഇരിക്കുന്നു നമ്മുടെ ചാർജർ. ഇതാണ് നമ്മുടെ ചാർജർ. ലാപ്ടോപ്പും ഉണ്ട്, പക്ഷേ ലാപ്ടോപ്പിൻ്റെ ചാർജർ ഇതിന് ഇങ്ങനെ കൊണ്ടുപോകും. എന്താല്ലേ ഇതൊക്കെ പോയേക്കാം ഗൈസ്. എല്ലാം ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് തിരിച്ചു പോകാം. ചാർജർ ഇട്ടു, നമ്മൾ തിരിച്ചു പോകുന്നു. പിന്നെ തിരിച്ചു പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, നമുക്കിനി പോകാനായിട്ട് ഇതേ സിഗ്നൽ ക്രോസ് ചെയ്ത് അപ്പുറത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. മൗസലാത്തിൻ്റെ ബസ് വന്ന് നിർത്തുന്ന സ്ഥലമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ബസ് വരുമായിരിക്കും. ബസ് വരുവാണെങ്കിൽ നമുക്ക് ബസ്സിന് കയറി പോകട്ടെ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ബസ് വരും. വെറുതെ അപ്പുറത്തെ സൈഡിൽ കൂടെ കണ്ടോ ഒരു ബസ് പോകുന്ന ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ, അതുപോലത്തെ ബസ് വരും. അപ്പോൾ ബസ് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് അസൈബ സിഗ്നലിൽ പോയി ഇറങ്ങാം. ആ ടാക്സിക്ക് പോയാൽ ഇറങ്ങാം. പിന്നെ ബസ്സിന് പോവുകയാണെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, നല്ല സുഖമാണ് ബസ്സിൽ പോവുകയാണെങ്കിൽ. ഒരു കാറിന് ഭയങ്കര കൺജസ്റ്റഡാണ്. അവരെല്ലാവരും പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റും. ഒന്നാമത് ഷെയർ ടാക്സി ആയിരിക്കും നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെയാണിത്. സൈക്കിളിസ്റ്റുകൾ പോകുന്ന കണ്ടോ നിങ്ങൾ? സൈക്കിളിസ്റ്റുകൾ ഇവിടെ എല്ലാവരും ഈ വെയിലത്താണെങ്കിൽ സൈക്കിളൊക്കെ ചവിട്ടും. എന്നെപ്പോലെയുള്ള മടിയന്മാരാണ് വെയിലത്തിറങ്ങില്ല. അത് വേറെ പരമമായ സത്യം. അയ്യോ, ദേ ഒരു ബസ് പോകുന്നു. ഈ സാധനം റോട്ടിൽ നിന്ന് കൈ കാണിച്ചാൽ നിർത്തൂല കേട്ടോ. അവർക്ക് സ്പെസിഫിക് ആയിട്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ മാത്രമാണ് ഈ സാധനം നിർത്തത്തുള്ളൂ. അപ്പോൾ ഇനിയൊരു ബസ് ഈ ബസ് പോയതുകൊണ്ട് ഇനി ഒരു അരമണിക്കൂർ എടുക്കും അടുത്ത ബസ് വരാനായിട്ട്. ഹൗ ക്രൂവൽ. ഒരു പൂച്ച ഒരു കിളീനെ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ ഗൈസ്? ഷോ, കഷ്ടം തോന്നുന്നു. ഗൈസ്, റോഡിൻ്റെ സൈഡിൽ കണ്ടോ ഭയങ്കരമായിട്ട് ഗാർഡനൊക്കെ ചെയ്ത് വൻ സെറ്റപ്പാണ്. എന്താ പറയുമല്ലോ, ലോണോ അങ്ങനെ എന്തൊരു സാധനം പറയും, എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. സൈക്കിളൊക്കെ ആൾക്കാർ ഇവിടെ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട് പൂട്ടി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. പോസ്റ്റ് കൂട്ടി ഇത് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ പോസ്റ്റ് സൈക്കിൾ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. സുൽത്താൻ കാബൂസിസ്. ഇത് എവിടെ കണ്ട ഒരു ചെറിയൊരു ഷെഡ് പോലെ കണ്ട, അവിടെയാണ് ബസ് നിർത്തുന്നത്. മൗസലാത്തിൻ്റെ ബസ്സല്ല അവിടെയാണ് നിർത്തത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ബസ് വരുന്നോടം വരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. പ്രാവുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ടോ ഗൈസ്? ടാക്സി വന്ന് നിർത്തി ഓൺ അടിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പക്ഷേ നമ്മൾ കയറില്ല. നമ്മൾ ടാക്സി ഇഷ്ടംപോലെ ടാക്സി പോകണ്ടല്ലോ. ഇനിയിപ്പോൾ ബസ്സൊന്നും കിട്ടത്തില്ല കേട്ടോ നമുക്ക്. അതാണ് സംഭവം. അയ്യോ, ഇത് അടുത്ത ബസ് പോയി. ഷിറ്റ്, ഇനി ഒട്ടും ബസ് കിട്ടില്ല ഗൈസ്. അടുത്ത ബസ് പോയി. ഇപ്പോൾ 2 ബസ് അടുപ്പിച്ച് പോയിട്ടാ കണ്ട. നമ്മൾ നടന്നെത്തുന്നതിന് മുന്നേ ബസ്സെല്ലാം വന്നു പോകും. എന്നിട്ട് നമ്മൾ പോയി അവിടെ ഇരിക്കുമ്പോൾ ഒറ്റ ബസ് വരത്തുള്ളൂ. ഇനിയിപ്പോൾ ബസ് വരാൻ ലേറ്റ് ആവട്ടാ. ഇപ്പോൾ 2 ബസ് അടുപ്പിച്ച് പോയില്ലേ. ഇനിയിപ്പം ബസ് എപ്പോഴാണോ എന്നെ നോക്കാം, പോയിരുന്ന് നോക്കാം. ഇതേ കാണുന്ന ഇതാട്ടോ ബസ് സ്റ്റോപ്പ്. ഓഫീസൊക്കെ ഉള്ളിടത്തൊന്നും ബസ് സ്റ്റോപ്പൊന്നും ഇല്ല ഗൈസ്. അവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ നടക്കണം ഇവിടുത്തെ ബസ്സൊക്കെ കയറണമെങ്കിൽ. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. പിന്നെ പോയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും ചാർജർ നമുക്ക് കിട്ടിയത് കൊണ്ടും നമുക്ക് ലെറ്റ്സ് സീ. എവിടെ കണ്ടൊരു വെള്ളച്ചാട്ടം കണ്ടത്? ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയൊരു വെള്ളച്ചാട്ടമാണ്. എങ്ങനെയുണ്ട്? നല്ലതല്ലേ ഗൈസ്? അങ്ങനെ നമ്മളിതാ ഒരിടത്ത് സീറ്റഡ് ആയിട്ടുണ്ട്. ഫ്ലൈ ഓവറിൽ നിന്നൊക്കെ വണ്ടി ഇറങ്ങിപ്പോകുന്നുണ്ടോ? ഇവിടെ ഇരുന്നാൽ കാണാം കേട്ടോ. അവിടുന്ന് ബസ് വരുന്നത് നേരെ നോക്കിയാൽ കാണാൻ പറ്റും. ബസ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് വണ്ടിയൊക്കെ പോകുന്നതാണ് കേട്ടോ സെറ്റപ്പ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ബസ് മിസ്സായിട്ടാണ് നമ്മൾ നടന്ന സമയം കൊണ്ട്. കാരണം നമ്മൾ നടക്കുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ വെച്ച് കൈ കാണിച്ച് ഇവർ നിർത്തത്തില്ല. നമ്മുടെ നാട്ടിലെ പോലെ ബസ്സൊന്നും കാണുന്നിടത്തൊന്നും നിർത്തത്തൊന്നുമില്ല. അവർക്ക് ഇതുപോലത്തെ സ്റ്റോപ്പുകളുണ്ട്. ഞാനിപ്പോൾ വന്നിരിക്കുന്ന കൂട്ട് ബസ് സ്റ്റോപ്പുകളുണ്ട്. ആ സ്റ്റോപ്പിൽ മാത്രമാണ് നിർത്തത്തുള്ളൂ.
അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിലും നമ്മൾ വണ്ടിക്കകത്ത് ഇപ്പം ബെല്ല് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർ നിർത്തുന്നില്ല. അവരുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എവിടെയാണോ ആ സ്റ്റോപ്പ് മാത്രമാണ് അവർ നിർത്തുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ബസ്സെല്ലാം ഓടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ചിലപ്പം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇനി വരുമായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് വരും കേട്ടോ, പറയാൻ പറ്റത്തില്ല. എയർപോർട്ടിന് പോകുന്ന ബസ്സൊക്കെ ചിലപ്പോൾ കയറി വരും ഇടയ്ക്ക്. നമുക്ക് നോക്കാം. കുറേ ടാക്സിയൊക്കെ വന്ന് പോയി, കുറേ എണ്ണം എൻ്റെ അടുത്ത് വന്ന് നിർത്തിയതാണ്. ഞാൻ പക്ഷേ കയറില്ല കേട്ടോ, ബസ്സിന് തന്നെ പോകാമെന്നോർത്ത് ഞാൻ നിന്നതാണ്. നമുക്ക് എന്തായാലും നോക്കാം ബസ് വരുമോ ഇല്ലയെന്ന്. വരും, പക്ഷേ എപ്പോൾ വരുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. നമുക്ക് പോകാനുള്ളൊരു ബസ് അവിടെ വന്നിട്ടുണ്ട്, എയർപോർട്ട് ബസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ കയറി പോകാം. ഓക്കെ, കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് അവിടെ വന്ന് ഒരെണ്ണം കിടപ്പുണ്ട്, അപ്പോൾ അതിന് പോകണം. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ ബസ് കിട്ടിയിട്ടാണ്. എയർപോർട്ട് ബസ്സാണ്, പെട്ടെന്ന് എത്തുമെന്ന് തോന്നുന്നു. എന്തായാലും ഒരു 15 മിനിറ്റ് എടുക്കും കേട്ടോ ബസ്സിനൊക്കെ പോയാൽ. കാറാണെങ്കിൽ ഒരു 10 മിനിറ്റ് മതി, ബസ്സാകുമ്പോൾ ഒരു 15-20 മിനിറ്റ് എടുക്കും. ഇത് എല്ലാ സിഗ്നലിലും നിർത്തി കേട്ടോ പോകും ബസ്. ഫ്ലൈ ഓവർ കയറില്ല, എല്ലാ സിഗ്നലിലും പോയി നിർത്തി ആളെയൊക്കെ എടുത്താണ്ട് പോകും. എല്ലാ സ്റ്റോപ്പിലും നിർത്തും. ആളുണ്ടെങ്കിൽ നിർത്തുള്ളൂ, ആളില്ലെങ്കിൽ പോവുള്ളൂ, നിർത്തുന്നില്ല. പക്ഷേ എല്ലാ സിഗ്നലിലും കിടന്നാണ് ഈ സാധനം പോകുള്ളൂ. പാടിയിലേ വരും. ഇതാണ് ബസ്സിൻ്റെ ഉള്ളിൽ. മാൻ്റെ ബസ്സാണ് കേട്ടോ, മാൻ വോൾവോ അല്ല, മാൻ്റെ ലോ ഫ്ലോർ ബസ്സാണ്. AC കൊള്ളാം. ഇടയ്ക്ക് ഞാൻ ഓഫീസിൽ പോകണ ഇതാണ് കേട്ടോ. ചിലപ്പോൾ ഈ ബസ് കിട്ടും, ചില സമയത്ത് കാറിൽ പോകണ്ട, ചില സമയത്ത് ബസ് വരില്ല. ചില സമയത്ത് ബസ് വരാത്തപ്പോൾ നമ്മൾ കാറിന്, മിക്കവാറും കാറിനാണ് പോണത്, ടാക്സിക്കാണ് പോണത്. ആക്ച്വലി ഞാൻ ബസ്സിൻ്റെ ഏറ്റവും പുറകിലാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കരമായിട്ട് എൻജിൻ നോയ്സ് ഉണ്ട്. വണ്ടി ബാക്ക് എൻജിനാണ്, അതുകൊണ്ട് നല്ല എൻജിൻ സൗണ്ട് ഉണ്ട് ബാക്കിൽ നിന്ന്. ഞാൻ ബാക്കിലിരിക്കാൻ കാരണം ഇതിൻ്റെ ഗ്ലാസ്സിൽ കംപ്ലീറ്റ് സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കാണ് കേട്ടോ, അതുകൊണ്ട് പുറത്തോട്ടൊന്നും കാണത്തില്ല. ബാക്ക് സൈഡിലാണ് കുറച്ച് ഗ്ലാസ് ഏരിയ കാണാൻ പറ്റുന്നത്, ബാക്കി കംപ്ലീറ്റ് ഗ്രാഫിക്സ് ചെയ്തേക്കാണ് കേട്ടോ ബസ്. വണ്ടി കാലിയാണ്, മിക്കവാറും എന്താ വീക്കെൻഡ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. വർക്കിംഗ് ഡേയ്സിൽ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും, നല്ല വേക്കൻസി സ്പേസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുപോലെ റോഡിൽ ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. സാധാരണ വർക്കിംഗ് ഡേയ്സിൽ ഇവിടെയൊക്കെ മുടിഞ്ഞ തിരക്കാണ് കേട്ടോ ഈ റോഡൊക്കെ. മിക്കവാറും ബ്ലോക്കിലൊക്കെ കിടന്നാണ് നമ്മൾ പോകാറ്. ഇതേ കിടക്കുന്നതാണ് ടാക്സി വരുന്നത്. ഇവിടുത്തെ ടാക്സിയുടെ കളറ് വൈറ്റും ഓറഞ്ചും ആണ്, നോർമൽ ടാക്സിയുടെ കളറ്. പിന്നെ എയർപോർട്ട് ടാക്സി പല കളറുണ്ട്, കടും മെറൂൺ കളറും, മെറൂണിൽ വൈറ്റും പിന്നെ ബ്ലൂവിൽ വൈറ്റൊക്കെ വരുന്നത് ഇവിടുത്തെ എയർപോർട്ട് ടാക്സി, അങ്ങനത്തെ ടാക്സികളാണ് കേട്ടോ. ബസ്സൊക്കെ പോകുന്നുണ്ടോ, നമ്പറുണ്ടോ 130. ഇവിടുത്തെ ഒരു കോടീശ്വരനാണ്. നമ്മളങ്ങനെ വന്ന അൽക്കോയർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടാണ്. അൽക്കോയർ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ അൽക്കോയർ എന്ന് പറയുന്നത്. ഇവിടെയാണ് മിനിസ്ട്രി കാര്യങ്ങളൊക്കെ വരുന്നത്, ഒമാൻ്റെ. അങ്ങനെ അടിപൊളി ബിൽഡിങ്സൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളങ്ങനെ അൽക്കോയർ കഴിഞ്ഞു. അത് ഗോബറ എത്താറായി കേട്ടോ, ഗൂബറ. ഇവിടെ ലുലു, നമ്മുടെ ഒമാൻ അഫ്ലീസ് മാളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഞങ്ങളൊക്കെ ഈ മാളിലാണ് കേട്ടോ വീക്കെൻഡിലൊക്കെ വരുന്നത്. അവിടെ ലുലു ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ അവിടെ. അടിപൊളി ഒരു മാളാണിത്. പിന്നെ ഇതിൻ്റെ പുറകിൽ തന്നെ ഗ്രാൻഡ് മാളോ ഒമാൻ മാളോ അങ്ങനെ എന്തൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. ഗ്രാൻഡ് മാളാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. ബസ് പോകുന്നുണ്ട് ബസ്. എന്താ ഞാൻ പറഞ്ഞ ഈ ബസ് എല്ലാ സിഗ്നലിലും നിർത്തി കറക്റ്റ് നമ്മൾ തന്നെ സമയത്തായിരിക്കും സിഗ്നൽ വന്ന് വീഴുന്നത്. അപ്പം സിഗ്നലിൽ അത്യാവശ്യം ടൈം എടുക്കും കേട്ടോ. അങ്ങനെ ഗോബറ കഴിഞ്ഞു, സിഗ്നലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങണം. പെട്ടെന്ന് എത്തിയിട്ടോ, തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എത്തി. അപ്പം നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കാണാം കേട്ടോ. ഓക്കെ,
ഗൈസ് ഫൈനലി വി ആർ ബാക്ക് ടു ദി റൂം. തിരിച്ചെത്തിയിട്ടാ. അവിടെ സിഗ്നലിൽ ഇറങ്ങിയിട്ട് ടാക്സി എടുത്താണ് വന്നത്. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ.